എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസുണ്ട്. പൊന്മാൻ, ഒരു ജാതി ജാതകം, ഡൊമിനിക്, റൊമാൻസ്, വേല ഹണ്ട് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സീക്രട്ട് വുമൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജു വർഗീസ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സണ്ണസ്റ്റിൽ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് നാരായണിയുടെ 3 മക്കൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. സുരാജ്, ജോർജ് ജോർജാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് അഗതി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ജീവ അർജുനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. സിനിമ എല്ലാ ഭാഷകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അഗതി ഒരു ആക്ഷൻ മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് പൊന്മാന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സജിൻ ഗോപു, ബേസു ജോസഫാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു സബ്ജക്റ്റാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ പൊന്മാൻ സിനിമയുടെ OTT ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് പൊന്മാൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 14 ജിയോ ഹോട്ട്സ്റ്റാറിൽ പൊന്മാൻ സിനിമയുടെ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിദ്ധാർത്ഥ്, നയൻതാര, മാധവ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഡയറക്റ്റ് OTT റിലീസ് മൂവിയാണ്. ഏപ്രിൽ 4 നെറ്റ്ഫ്ലിക്സിലാണ് ടെസ്റ്റ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നീലനിറ സൂര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്ന് വന്നിരിക്കുകയാണ്. ആഹ OTT പ്ലാറ്റ്ഫോമിലാണ് നീലനിറ സൂര്യൻ എന്ന സിനിമ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഒരുപാട് നായകന്മാർ സിനിമയിലുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 14 ഒരു ജാതി ജാതകം എന്ന സിനിമ മനോരമ മാക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാറേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമ. ഇപ്പോഴിതാ ഈ മാസം ലാസ്റ്റ് വീക്കിൽ മനോരമ മാക്സിൽ സിനിമയുടെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് മൂവിയായിരുന്നു ഡൊമിനിക്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗൗതം വാസുദേവാണ് ഡൊമിനിക് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡൊമിനിക് സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഡൊമിനിക് ഇന്ന് രാത്രി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ മാർച്ച് 14 ഡൊമിനിക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു റൊമാൻസ്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി മൂവിയായിരുന്നു റൊമാൻസ്. ഇപ്പോഴിതാ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. റൊമാൻസ് ഉടനെ തന്നെ ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 28 റൊമാൻസ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡ്രാഗൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയായിരുന്നു ഡ്രാഗൺ. ഇതൊരു തമിഴ് സിനിമയാണ്. ലവ് ടുഡേ സിനിമയിലെ നായകനാണ് ഡ്രാഗണിൽ അഭിനയിച്ചിരിക്കുന്നത്. അനുപമ പരമേശ്വരാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു വേല. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷെയ്നികം, സണ്ണി വേനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഒടുവിൽ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 30 വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമ കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. കാരണം സിനിമ OTTയിൽ വരുന്നില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്.
തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഹണ്ട് സിനിമ നെക്സ്റ്റ് വീക്ക് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് മാസം ഉറപ്പായിട്ടും ഹണ്ട് സിനിമയുടെ OTT വന്നിരിക്കും. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.